നമ്മൾ ഈ കാണുന്നത് വിഴിഞ്ഞം ഹാർബറിനോട് ചേർന്ന് ഇന്ത്യൻ തീരദേശ സേനയുടെ പുതിയൊരു ബെർത്തിന്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഡീറ്റെയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് വന്നപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ഹെവി ക്രെയിൻ, അതായത് വലിയൊരു ക്രെയിനാണ് ഇപ്പോൾ അടുത്തുള്ളത്. കാരണം ഈ സ്ലാബുകളെല്ലാം എടുത്ത് ഫില്ല് ചെയ്യുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ആദ്യം വന്നപ്പോൾ കണ്ടത്. നമുക്ക് ആ ഡീറ്റെയിലേക്ക് പോകാം. ഇപ്പോൾ ഈ വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തീരസംരക്ഷണ സേന അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ബെർത്തിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ജനുവരി ആദ്യം ഇത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് നടക്കുന്നത്. നേരത്തെ നമ്മുടെ വെസലെല്ലാം നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ വെസലെല്ലാം പാർക്ക് ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ്. ഇത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ അണ്ടറിലുള്ള ബിൽഡിങ്ങും സ്ഥലവുമാണ്. അപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഹാർബറിൻ്റെ സൈഡിൽ നമുക്കിപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ ഒരു ബെർത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ധാരാളം വെസലുകളാണ് കോസ്റ്റ് ഗാർഡിനുള്ളത്. തീരസംരക്ഷണ സേന എമർജൻസി ഘട്ടങ്ങളിൽ കോസ്റ്റ് ഗാർഡിൻ്റെ വർക്ക് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ആവട്ടെ, ഇൻ്റർനാഷണൽ നിലവിൽ തന്നെ ധാരാളം രാജ്യങ്ങളിൽ നിന്നാണ് ദിനം പ്രതി കപ്പലുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സെക്യൂരിറ്റി കുറച്ചുകൂടി ടൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ വെസലും, അതായത് കോസ്റ്റ് ഗാർഡിന് പുതിയൊരു വെസലും വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിലവിൽ ഇതുപോലുള്ള ബെർത്തിൻ്റെ വർക്കുകളെല്ലാം നടത്തി കഴിഞ്ഞാൽ നിലവിൽ ഈ സ്ഥലത്ത് നമുക്ക് ഈ പറയുന്ന വെസലുകളെല്ലാം പാർക്ക് ചെയ്യാനായി സാധിക്കും. നിലവിൽ 2-3 സ്ഥലത്തൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ കോസ്റ്റ് ഗാർഡിൻ്റെ വെസലുകൾ നമ്മൾ കാണുന്ന പോലെ തന്നെ 2-3 സ്ഥലത്തൊക്കെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ പെർമനന്റ് സൊല്യൂഷനാണ് ഇപ്പോൾ ഇവിടെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആ വർക്കിൻ്റെ ഡീറ്റെയിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ, അതായത് ഡക്ക് പോർഷനിലെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തതിന് ഒരു ഹെവി ക്രെയിൻ ഉണ്ട്. ഹെവി ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബുകൾ ഫിക്സ് ചെയ്യുന്ന വർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിവിലല്ല, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമെന്നുള്ള സംഭവം നമ്മുടെ ഈ കാണുന്ന ഏറ്റവും താഴെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പോർഷനിൽ നല്ല ആഴമുള്ള സ്ഥലം തന്നെയാണ്. നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൻ്റെ സൈഡിലാണ്. ഏറ്റവും താഴെ പൈലിംഗ് ആണ് നടത്തുന്നത്. പൈലിംഗ് നടത്തിയതിനു ശേഷം ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ നിന്നും പൈൽ ഗ്യാപ്പ് വരും. പൈൽ ഗ്യാപ്പിൻ്റെ മുകളിൽ നിന്ന് പിയർ എന്ന് പറഞ്ഞ സെക്ഷനാണ് ഏറ്റവും മുകളിലേക്ക്. അത് സ്ക്വയറിലാവാം, റൗണ്ടിലാവാം, എങ്ങനെ വേണം വരാം. തൊട്ട് മേളിൽ ഈ കാണുന്നൊരു പോർഷനാണ്. ആ പിയർ വന്ന ശേഷം പിയർ ക്യാപ്പ് വരും. പിയർ ക്യാപ്പിൻ്റെ മുകളിലാണ് ഡക്ക് പോർഷനിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പിയർ ഗ്യാപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫില്ലറല്ല, ഫില്ലർ ഏറ്റവും അടിയിലാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന പിയർ ഗ്യാപ്പിൻ്റെ മുകളിലാണ് ഈ പറയുന്ന ഡക്ക് പോർഷൻ വരുന്നത്. അപ്പോൾ ഡക്ക് പോർഷനാണ് ഇപ്പോൾ ഡക്ക് പോർഷൻ്റെ ആ പാർട്ടാണ് ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു കോൺക്രീറ്റിംഗ് കാണും നിലവിൽ. കാരണം ആ വർക്കുകൾ ഇപ്പോൾ ഏതാണ്ട് ഫൈനൽ വർക്ക് ഏറ്റവും മുകളിലത്തെ പോർഷൻ വർക്ക് പോലെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജനുവരി ആദ്യത്തോടെ തന്നെ ഈ വർക്കിൻ്റെ കമ്മീഷനിങ്, അല്ലെ ഈ ബെർത്തിൻ്റെ കമ്മീഷനിങ് നടക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹെവി ക്രെയിനിൻ്റെ ബൂം റൈസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്കിപ്പോൾ ഒരു ബെൽറ്റ്, അതായത് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെൽറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഹെവി സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് പിക്ക് ചെയ്യുന്നതിനാണ് പോകുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ക്രെയിൻ ഏകദേശം 200 ടൺ ഭാരം വഹിക്കാൻ പറ്റുന്ന വലിയൊരു ക്രെയിൻ ആണെന്നാണ് നമ്മൾ നേരത്തെ കണ്ടുള്ളത്. ഇപ്പോൾ ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇത്രയും വലിയൊരു ക്രെയിനാണ് നിലവിൽ ഈ വർക്കിനേക്ക് ഇവിടെ വന്നിട്ടുള്ളത്. എൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട്. ഏറ്റവും മുകളിൽ എന്ന് വെച്ചാൽ ഉണ്ടോ, ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട്. ഒന്ന് വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്ത് ഏറ്റവും മുകളിലൊന്ന് കാണുന്ന എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി കാണും. എനിക്ക് ആ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കി. ഏറ്റവും മുകളിൽ എങ്ങനെയാണ് 2 പുള്ളിയാണുള്ളത്. ഉണ്ടോ, കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ പുള്ളിയിൽ അയൺ ഡ്രോപ്സ് അതെ, അയൺ ഡ്രോപ്സ് ആണുള്ളത്. ഇത് മൂവ് ചെയ്തിട്ടാണ് നിലവിൽ നമ്മൾ ഈ കാണുന്ന ഹെവി ആയിട്ടുള്ള സ്ലാബുകളെടുത്ത് വളരെ അനായാസനം പൊക്കി വയ്ക്കുന്ന. എല്ലാ ഹെവി കൺസ്ട്രക്ഷനും ഇതേപോലുള്ള ധാരാളം ക്രെയിനുകൾ ഉപയോഗിക്കും. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് തന്നെ ഇതുപോലുള്ള 2, 3, 4 ക്രെയിനുകളുണ്ട് പല സ്ഥലത്തായിട്ട്. നമ്മുടെ ബ്രേക്ക് വാട്ടർ സൈഡിലും പോർട്ടിൻ്റെ പല സ്ഥലത്തുമായിട്ട് വർക്കുകൾ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത് നിന്ന് നമുക്ക് ഇതുപോലുള്ള സ്ലാബുകൾ എടുത്ത് പൊക്കി വയ്ക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. വർക്കിംഗ് പ്രോഗ്രസ്സും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാനാണ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പോകുന്നത്, എത്രത്തോളമാണ് വർക്ക് നടക്കുന്നു എന്നുള്ളത്. ഈ വർക്ക് നേരത്തെ നടക്കുന്നുണ്ടെങ്കിലും
ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഇതുപോലുള്ള ധാരാളം ട്രെയിനുകൾ വന്ന സമയത്താണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. നേരത്തെയും വർക്കുകൾ നടക്കുന്നുണ്ട്, പക്ഷേ പ്രോഗ്രസ് പറയാൻ വേണ്ടി ഒന്നും ആയിരുന്നില്ല. കാരണം തൊട്ട് നമ്മൾ കടലിൻ്റെ അടിയിലോട്ട് ആ പറയുന്ന പൈലിങ്ങും ഇതൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ തൊട്ട് അറിയാമല്ലോ, ഒന്നിനു വേറെ ഒന്നായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ധാരാളം ഷിപ്പുകളാണ് വന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ ഭാഗത്തുനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ വർക്കുകൾ ഇത്രത്തോളം കംപ്ലീറ്റ് ആയി, വളരെ ഫാസ്റ്റായിട്ടായിരുന്നു ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപ്പോൾ ജനുവരിയിൽ തന്നെ ഇതിൻ്റെ നിലവിൽ ഈ ബെർത്തിൻ്റെ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് ഫിനിഷിംഗ് വർക്കിലോട്ടാണ്. ഇനി നിലവിൽ ഈ പറയുന്ന ഡെക്ക് പോർഷൻ എടുത്ത് ഫില്ല് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനുവരി 1 അല്ലെങ്കിൽ കമ്മീഷനിങ് സാധിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പോൾ നമ്മൾ C427, C41 അങ്ങനെ 2-3 വെസൽ, എനിക്ക് തോന്നുന്നു 4-5 വെസലുകളാണ്, വലിയ വെസലുകളാണ് നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിന് വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിലായിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഇതിപ്പോൾ നിൽക്കുന്നത്, ഹാർബറിൻ്റെ അകത്താണ്, അത് പോർട്ടിൻ്റെ അകത്തല്ല. ഹാർബറും പോർട്ടും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 350-400 മീറ്ററാണുള്ളത്. നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലായിരുന്നു ഈ പറയുന്ന വെസലുകളെല്ലാം നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇനി പുതുതായിട്ടൊരു ഈ പറയുന്ന ബെർത്ത് പോർഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റും. തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബിൽഡിംഗ് എല്ലാം പോർട്ടിൻ്റെ അണ്ടറിൽ ഉള്ള ബിൽഡിംഗ് തന്നെയാണ്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന് മാത്രമായിട്ട് ഒരു ബെർത്ത് പണിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹാങ് ചെയ്യുമെന്ന് തോന്നുന്നു ക്രെയിനിൽ, കണ്ടോ, അത് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് അത് പൊക്കിയെടുക്കും നമുക്ക് കാണാൻ സാധിക്കും. ഈ വർക്ക് നിലവിൽ എനിക്ക് തോന്നുന്നു ഈ സ്ട്രക്ചർ, ഈ മുകളിൽ കാണുന്ന ഡെക്ക് പോർഷൻ മൊത്തം ഇങ്ങനെ തന്നെയാണ് എല്ലാ വർക്കുകളും. ഡെക്ക് പോർഷൻ മൊത്തം ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ മുകളിൽ ആയത് കാരണം അറിയാമല്ലോ എങ്ങനെയാണ്, കുറേ മിക്സിംഗ് ഒക്കെ വേറെ രീതിയൊക്കെ ആയിരിക്കും, സാധാ കോൺക്രീറ്റ് ഒന്നും ആയിരിക്കാൻ ചാൻസ് ഇല്ല. അതറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഉപ്പുരസമൊക്കെ ഇതിൽ ധാരാളമായിട്ട് അയൺ റോഡ്സിലായാലും ഇവിടെ എല്ലാം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിക്കായിരിക്കും ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് പൊക്കുന്ന സമയത്ത് നമുക്ക് വിഴിഞ്ഞം ഹാർബർ ഒന്ന് കണ്ടുവരാം. നിലവിൽ ഇതാണ് നമ്മുടെ ഹാർബർ. ധാരാളം ചെറുവള്ളങ്ങളാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിർത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഫ്രഷ് ഫിഷ് നമുക്ക് മേടിക്കാൻ കിട്ടും. കാരണം ഇതുപോലുള്ള ചെറുവള്ളങ്ങളിലാണ് ധാരാളം മത്സ്യബന്ധന തൊഴിലാളികൾ ഉൾക്കടലിൽ പോയിട്ട് മീനുമായിട്ട് വരുന്നത്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഇങ്ങനെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, 10 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, 12 മണിക്കൂർ, ഒരു ദിവസത്തിനകത്ത് തന്നെ വന്ന് പോകുന്നവരാണ്. അതിനാൽ നല്ല ഫ്രഷ് മീനാണ്. ഞാനും ധാരാളമായിട്ട് ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞ പോർട്ടിൽ വരുന്ന സമയത്തെല്ലാം ഇവിടെ നിന്ന് മീൻ മേടിക്കാറുമുണ്ട്. ഇങ്ങനെ നമ്മൾ കാണുന്ന ധാരാളം ഹാങ് ചെയ്ത് വള്ളങ്ങൾ കണ്ടോ, ഇങ്ങനെ സൈഡിലായിട്ട് വലിച്ചു കെട്ടി നിർത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തെല്ലാം നമുക്ക് ഈ വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് ഞാൻ നിൽക്കുന്നത്. അതിനാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം വള്ളങ്ങളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു 10,000 വള്ളങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ എല്ലാ വള്ളങ്ങളും കടൽ പണിക്ക് പോയതിനാൽ കുറച്ച് വള്ളങ്ങൾ മാത്രമേ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഹാർബർ നിറഞ്ഞ് വെള്ളമുള്ളതായിട്ടാണ് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതും. കണ്ടോ, ഇപ്പോൾ ഇവിടെ കുറച്ച് വള്ളങ്ങൾ മാത്രമല്ല, എല്ലാ വള്ളങ്ങളും പണിക്കായി പോയിരിക്കുവാണ്. ഇവിടെ ഇങ്ങനെ സെറ്റോടെ ഇങ്ങനെ കെട്ടി നിർത്തുവാണ്, കയറിൽ കെട്ടി നിർത്തുവാണ്. ഇതിനകത്ത് തിരമാലയില്ലാത്തതിന് കാരണം ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ. ബ്രേക്ക് വാട്ടർ എന്ന് വെച്ചാൽ ഇവിടെയും പുലിമൂട്ടിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ തിരമാല ഇങ്ങോട്ട് ഇല്ലാത്തത്. നമുക്ക് നേരത്തെയൊക്കെ ക്രൂയിസ് ചേഞ്ചൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഈ സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ വന്നിട്ടാണ് ക്രൂയിസ് ചേഞ്ചിങ് നടത്തി. ഇവിടെയും ആഴം കൂടിയ പ്ലേസ് തന്നെയാണ്. ഇനിയും ഉടൻ തന്നെ ക്രൂയിസ് ചേഞ്ചൊക്കെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് ക്രെയിന് ആ സ്ലാബ് അവിടെ എത്തിച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് ആ സ്ലാബ് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു സൈഡ് വാളിനുള്ള സ്ലാബാണിത്. നമുക്ക് നോക്കാം. ഒരു ഹെവി സ്ലാബ് തന്നെയാണിത്. എത്ര ടണ്ണാണ് വെയിറ്റ് എന്ന് നമുക്കറിയാൻ സാധിക്കില്ലെങ്കിലും അത് ഹാങ് ചെയ്ത് നിർത്തിക്ക് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം വർക്കേഴ്സിന് നമുക്ക് തൊട്ടടുത്തുണ്ട്. ഇത് ഈ സൈഡിൽ ഫിക്സ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നിലവിലത് ആ പറയുന്ന ക്രെയിന് വളരെ ഈസി ആയിട്ട് ആ സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് പല സ്ലാബ് മോഡലും ഇത് കോൺക്രീറ്റ് ചെയ്ത് വന്ന് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യുവാണ്. ഫിക്സ് ചെയ്തിട്ട് ആ നിലവിൽ അയൺ റോഡ്സൊക്കെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കൂടി അടുത്തൊരു അയൺ റോഡ്സ് ടൈ ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ആണ് പിന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് ഒരു പിടുത്തത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന റോഡ്സ് എല്ലാം മേളിലും ഹാങ്ങും സൈഡിലൊക്കെ തള്ളി നിൽക്കുന്നത്. അതിന് വേണ്ടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ സിവിലല്ല നിലവിൽ, അതുകൊണ്ട് എനിക്ക് സിവിൽ വർക്കിനെ കുറിച്ച് വലുതായിട്ട് അറിയാൻ സാധിക്കില്ല. അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുന്നവർ
സിവിൽ എഞ്ചിനീയേഴ്സ് കാണും, സിവിൽ കോൺട്രാക്ടർ കാണും, സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട ധാരാളം പേര് കാണും. അവർ തീർച്ചയായിട്ടും കമൻ്റായിട്ട് തന്നെ വരും എന്ന് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിലൂടെ എനിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് ഉപകാരപ്പെടും. ഇത് നമ്മുടെ ഈ കാണുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. വിഴിഞ്ഞ കപ്പലിൻ്റെ ഡീറ്റെയിൽ ഒന്നും ആദ്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ എല്ലാം നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുമ്പോൾ അത് പഠിക്കുമ്പോൾ പലരിൽ നിന്ന് കിട്ടുന്ന അറിവാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ പറയുന്നതും. പക്ഷേ അതിൽ വരുന്ന തിരുത്തുകളെല്ലാം നിലവിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തവർ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ക്രെയിനിനെ കണ്ടോ, ഇങ്ങനെ ഓരോ സിമ്പൽ കൊടുത്ത്, അതായത് വളരെ സാവധാനം ഇറക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ് എല്ലാ വർക്ക് സൈറ്റും ഉള്ളത്. അങ്ങനെ പറഞ്ഞ സ്ലാബ് വളരെ സാവധാനം ഇറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2 വർക്കിംഗ് സ്റ്റാഫ് ചെറിയ പ്രഷർ കൊടുത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ചെറിയൊരു പ്രഷറിൻ്റെ ആവശ്യമുള്ളൂ, കാരണം അത് ഹാങ് ചെയ്ത് നിർത്തുന്ന കാരണം നമുക്ക് തള്ളിയാൽ തന്നെ അതങ്ങോട്ട് നീങ്ങിപ്പോകുന്ന ടൈപ്പാണ്. പക്ഷെ നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കില്ല, അത്രത്തോളം ഹൈറ്റാണ്. പക്ഷേ ആ ഒരു പ്രഷറിൽ തൂങ്ങി നിൽക്കുന്ന കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലെവൽ ചേഞ്ച് വരാം, അതായത് പൊസിഷൻ നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. വലിയൊരു ചേഞ്ച് അല്ല, ചെറിയൊരു ചേഞ്ച്. പാരലായിട്ട് നിൽക്കുന്ന സമയത്ത് ചെറിയൊരു ചേഞ്ച് ഉറപ്പായിട്ട് വരുത്താൻ സാധിക്കും. ആ ഒരു ചേഞ്ചാണ് അവിടെ വരുത്തി കറക്റ്റ് പൊസിഷനാക്കുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഹൈറ്റുള്ള വ്യൂ നിൽക്കുന്ന കാരണം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് അയക്കണം. അത് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഹാർബറിൻ്റെ പുലിമുട്ടെന്ന് ഞാൻ പറയുണ്ടായിരുന്നില്ല, ഈ പുലിമുട്ടാണ് ഈ ഭാഗം. നമ്മുടെ കപ്പൽ കാണാൻ വരുന്നവർക്കെല്ലാം തൊട്ടപ്പുറത്ത് പുലിമുട്ട് പ്രൊട്ടക്ഷൻ വോളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതൊരു പണ്ടത്തെ ഹെവി, നമ്മൾ നേരത്തെ കണ്ടാൽ കോൺക്രീറ്റ് ബ്ലോക്കാണ്. ഹെവി തിരമാല വരുമ്പോൾ ഈ ബ്ലോക്ക് വരെ ഇളകി പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഞാൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ കൂടിയാണ് തിരമാല അടിച്ചിട്ടുള്ളത്. അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ഷോട്ടെന്നോ ഞാൻ അത് ഇട്ടിട്ടുണ്ട്, നമ്മുടെ പോർട്ട് ലൈറ്റ് ഇത് ഷോട്ട് ഇട്ടപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ തിരമാല പറന്ന് പോകും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു ആടാണ് കണ്ടോ, ഒരാടിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. ആ ബിൽഡിങ്ങിൻ്റെ മുകളിലായിപ്പോയതാണോ കയറിയതാണോ എന്നറിയില്ല, പക്ഷേ കണ്ടപ്പോൾ നല്ല രസമായിട്ട്, നല്ല വൈറ്റ് ആൻഡ് വൈറ്റ്. നമ്മൾ ഈ സ്ഥലത്തെല്ലാം ധാരാളം ആടുകളെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് വരുമ്പോൾ, വിഴിഞ്ഞ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് വരുമ്പോൾ ധാരാളം ആടുകളെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ധാരാളം ബ്ലോക്കുകൾ, അതായത് കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത് കണ്ടോ. ഈ ബ്ലോക്കുകളുടെ മുകളിലൂടെ തിരമാല വരുന്നത് പലപ്പോഴും കണ്ടുണ്ട്. ഈ ബ്ലോക്ക് ഇളകി വീഴുന്നിട്ടും ഉണ്ടെന്നാണ്. വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ഉള്ളവർ താമസിക്കുന്നവരോട് ഞാൻ ചോദിച്ചു, ഈ തിരമാല ഇത്രത്തോളം ശക്തിയായിട്ട് അടിക്കുമ്പോൾ ഈ ബ്ലോക്ക് ഇളകി വീഴാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവർ തീർച്ചയായിട്ടും അത് ഇളകി വീഴുന്നിട്ടുണ്ട്. അത്ര ശക്തിയുള്ള തിരമാലയാണ് വിഴിഞ്ഞത്തുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ബിൽഡിംഗ് കാണാൻ സാധിക്കും. ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുണ്ടോ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന എൻട്രൻസ് പോർഷൻ, ചെറിയൊരു എൻട്രൻസ് പോർഷൻ ഉണ്ട്. അതായത് തൊട്ടപ്പുറത്ത് പോർട്ടാണ്, തൊട്ടിപ്പുറത്ത് ഹാർബർ. അതായത് പോർട്ടിൻ്റെ ബ്രേക്ക് വാട്ടറും നമ്മൾ ഈ പറയുന്ന ഹാർബറിൻ്റെ ബ്രേക്ക് വാട്ടറും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെയുള്ള ഗ്യാപ്പിലൂടെയാണ് നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ അങ്ങോട്ട് കടലിലോട്ട് എൻട്രൻസ് ചെയ്യുന്നു, തിരിച്ചു കയറുന്നു എല്ലാം കണ്ടാവും. ഇപ്പോൾ നമുക്ക് വള്ളത്തിലെ പോകുന്ന കാണാൻ സാധിക്കും. ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ സ്ഥലത്തെല്ലാം, നമ്മൾ ഈ കാണുന്ന സ്ഥലത്തെല്ലാം ഞാൻ നേരത്തെ ചെറിയൊരു ക്യാമറ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ എല്ലാം നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പോഴാണ് വളരെ ദൂരെ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ കപ്പലിനെ കാണാൻ വേണ്ടി നമ്മൾ ഈ കാണുന്ന പുലിമൂട്ടിൻ്റെ മുകളിലേക്ക് കയറിയുന്ന സാഹസിക ഷൂട്ടിങ്ങൊക്കെ നടത്തി ധാരാളം വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ക്രെയിനിനെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത്രയും വലിയൊരു ക്രെയിനാണ്. കാരണം ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളമാണ് ആ സ്ലാബ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന്. നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് നോക്കാം. ആ സ്ലാബ് നമ്മൾ നേരത്തെ ഹാങ് ചെയ്ത സിസ്റ്റമായിരുന്നു. അത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അതോ ഹാങ്ങിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്തു കുറച്ച് താഴോട്ട് ഇറക്കുന്നുണ്ട്. അത് ആ സൈഡിലേക്ക് വരുന്ന ആ ഒരു വാള് പോലെ ഇരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടോ, അത് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ തന്നെ ഇപ്പോൾ കൂടുതൽ സ്റ്റാഫുകൾ എത്തിയിട്ടുണ്ട്. സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, കോൺട്രാക്ടറുണ്ട്. ഇവരെല്ലാം പ്രസൻസ് തന്നെ ആയിരിക്കും. ഇതുപോലുള്ള ഹെവി വർക്കുകളൊക്കെ നടക്കുമ്പോൾ ഇവരെല്ലാവരും സൈറ്റിലുണ്ടാവും. സൈറ്റ് എഞ്ചിനീയർ നിർബന്ധമായിട്ടും വർക്ക് സമയത്തുണ്ടാവും. സേഫ്റ്റി ഓഫീസർ കാണും, കോൺട്രാക്ടർ കാണും. ഇവരെല്ലാം സാന്നിധ്യത്തിലായിരിക്കും. ഇതുപോലുള്ള ക്രെയിൻ ഓപ്പറേറ്റിംഗ് ഇത്രയും വലിയൊരു ഹെവി വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ പ്രസൻസ് തന്നെ ആയിരിക്കും. ഇവിടെ വളരെ സാവധാനത്തിലാണ് ആ ബ്ലോക്ക് ഇങ്ങനെ ഇറക്കുന്നത്. ഇത് നമുക്ക് തൊട്ടടുത്ത് കാണുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് കണ്ടോ. വളരെ സാവധാനം ഇങ്ങനെ ഇറക്കുന്നു. ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടിയാണ് കറക്റ്റ് ഫിക്സായി ഇറക്കി പോകുന്നത് കണ്ടോ. അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള വെൽഡിങ് വർക്കുകൾ ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടി തള്ളി നീക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഉണ്ടോ. കറക്റ്റ് പൊസിഷനിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോലി തന്നെയാണ് കണ്ടോ. ഇങ്ങനെ
എന്ന് പറഞ്ഞ് വളരെ ദൂരെ ഒന്നും തള്ളി മാറ്റാനൊക്കെ സാധിക്കില്ല. പക്ഷേ പാരലായിട്ട് നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറുതായിട്ട് പൊസിഷൻ ചേഞ്ച് വരുത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. എത്ര വലിയ മെറ്റീരിയലായാലും എത്ര വലിയ സ്ലാബായാലും പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ചിലയിടത്ത് ഹെവി റോപ്പ് ടൈ ചെയ്തിട്ട് വലിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇതൊരു ചെറിയ സ്ലാബ് ആയതുകൊണ്ട്, ചെറിയ സ്ലാബ് വെച്ച് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു പൊസിഷനിലും ഇങ്ങനെ ചേഞ്ച് ചെയ്യാനേ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെയുള്ള, അതായത് നമ്മുടെ ഈ പറയുന്ന തീരസംരക്ഷണ സേന അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ബെർത്തിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ പുരോഗമിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി ആദ്യം തന്നെ ഇതിൻ്റെ പിന്നെ കമ്മീഷനിങ് നടക്കും എന്നാണ് അറിയാം. അതായത് ന്യൂ ഇയർ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ കമ്മീഷനിങ് വേണ്ടി വരിക. കമ്മീഷൻ ആ സമയത്തൊക്കെ ആവുമായിരിക്കും. കാരണം ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ച് കോൺക്രീറ്റ് പോർഷനോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക്. കാരണം ഇപ്പോൾ സ്ലാബുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇതെല്ലാം ലെവൽ ചെയ്ത് നിരത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു സെറ്റ് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലാറ്റ് സർഫസ് ആവും. ആ ഡെക്ക് പോർഷൻ നല്ല ഫ്ലാറ്റ് ആവും. ഇപ്പോൾ ഡെക്ക് പോർഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഈ സ്ഥലത്തെല്ലാം ഡെക്ക് പോർഷനെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചപ്പുറത്തോട്ട് ഇനി കുറച്ച് ഡെക്ക് പോർഷൻ കൂടി വിരിക്കാനുണ്ട്. അതായിക്കഴിഞ്ഞാൽ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ അത് ഫിനിഷാകും എന്നാണ് നമുക്ക് ഈ വർക്ക് കണ്ട് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ, അതായത് സിവിൽ വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്നുള്ളവർ ദയവായി കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന കപ്പലും നമ്മുടെ പോർട്ടിനോട് ചേർന്നിട്ടുള്ള തീരസംരക്ഷണ സേനയുടെ ബെർത്ത് പോർഷൻ്റെ വർക്കുകൾ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.